ഓസ്ട്രേലിയൻ ആരാധകർ സൗത്ത് ആഫ്രിക്കയോട് അവരുടെ വിജയത്തിൽ അമിതമായി അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞേക്കാം. അവരുടെ വിജയത്തെക്കാൾ തങ്ങളുടെ തോൽവിയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് അവർക്കറിയാം. എന്നാൽ സത്യം മറ്റൊന്നാണ്. ഓസ്ട്രേലിയയുടെ അഹങ്കാരം ഇപ്പോൾ തീർന്നു കഴിഞ്ഞു. 2023 ഇന്ത്യ ഏകദിന ലോകകപ്പിൽ തോൽപ്പിച്ച ശേഷം മിച്ച് മാർഷ് ട്രോഫിക്ക് മുകളിൽ കാൽ വെച്ച് കാണിച്ച ആ അഹങ്കാരം ആർക്കും മറക്കാനാവില്ല. ഒരു ട്രോഫി എന്നത് തങ്ങൾക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ലെന്നും അവർക്ക് വിജയങ്ങൾ നിത്യേനയുള്ള കാര്യമാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിച്ച ആ മനോഭാവം. നമ്മൾ ഇന്ത്യക്കാർ വികാരങ്ങളെ ഏറെ വിലമതിക്കുന്നവരാണ്. ഒരു കായിക താരമായാലും ഒരു സാധാരണ തൊഴിലാളിയായാലും എല്ലാവരും തങ്ങളുടെ ഉപകരണങ്ങളെയും തൊഴിലിനെയും ബഹുമാനിക്കുന്നുണ്ട്. ബാറ്റായാലും കളിസ്ഥലമായാലും അതിന് ബഹുമാനത്തോടെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയിരിക്കെ തങ്ങൾ നേടിയെടുത്ത ലോകകപ്പ് ട്രോഫിക്ക് മുകളിൽ മിച്ച് മാർഷ് കാല് വെച്ചപ്പോൾ വിധി പോലും അവരെ കൈവിട്ടു. അതിന്റെ ഫലമായി 2024 2020 ലോകകപ്പിൽ അവർക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ അവരെ തോൽപ്പിച്ചു. ഫൈനലിൽ പ്രവേശിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴിതാ 2025 സൗത്ത് ആഫ്രിക്ക അവരെ തറ പറ്റിച്ച് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടവും സ്വന്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ തവണ ട്രോഫിയോട് കാണിച്ച ആ അനാദരവിന് ഇപ്പോൾ പലിശയടക്കം തിരിച്ചു കിട്ടി എന്ന് തന്നെ പറയാം. ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ 2013 ഏഡൻ മാർക്രമിന്റെ ഒരു ട്വീറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നുണ്ട്. ആര് വേണമെങ്കിലും വിജയിക്കട്ടെ, ഓസ്ട്രേലിയ മാത്രം വേണ്ട, ഇംഗ്ലണ്ട് വരട്ടെ. ഈ വികാരം നമ്മളും പങ്കുവച്ചിരുന്നു. ഇന്നലെയും നമ്മൾ ആഗ്രഹിച്ചത് സൗത്ത് ആഫ്രിക്ക ജയിക്കണമെന്ന് തന്നെയായിരുന്നു. ഓസ്ട്രേലിയ വിജയിച്ചാൽ അവർ ഒരുതരം അഹങ്കാരം കാണിക്കുമെന്നും ഈ കിരീടം നേടുന്നത് അത്ര എളുപ്പമല്ലെന്ന് അവർ മനസ്സിലാക്കണമെന്നും നമുക്ക് തോന്നിയിരുന്നു. ഇന്ത്യക്ക് ഫൈനലിൽ എത്താൻ കഴിയാത്തതിൽ വിഷമമുണ്ടായിരുന്നുവെങ്കിലും സൗത്ത് ആഫ്രിക്കയുടെ വിജയം ഒരുപാട് സന്തോഷം നൽകി. സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയുടെ അഹങ്കാരം തീർക്കുക മാത്രമല്ല ചെയ്തത്, വർഷങ്ങളായി അവരെ പിന്തുടരുന്ന ചോക്കേഴ്സ് എന്ന വിശേഷണം മാറ്റി ചാമ്പ്യൻ എന്ന പുതിയൊരു വിശേഷണം സ്വന്തമാക്കി കൊടുത്തു. സൗത്ത് ആഫ്രിക്കൻ ടീം എപ്പോഴും സെമി ഫൈനലുകൾ വരെ എത്തുമായിരുന്നു. പക്ഷേ അതിനപ്പുറം മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. 2020 ഏകദിനം, ടെസ്റ്റ് എന്നിങ്ങനെ ഏത് ഫോർമാറ്റിലെ ടൂർണമെന്റുകളായാലും ക്രിക്കറ്റ് വിദഗ്ധർ അവരെ സ്വയമേവ മികച്ച 4 ടീമുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ 4 ടീമുകളിൽ നിന്ന് 2ലേക്കും 2 ടീമിൽ നിന്ന് 1ലേക്കും എത്തുമ്പോൾ 90% ആളുകളുടെയും തിരഞ്ഞെടുപ്പ് അവർ ആയിരുന്നില്ല. കാരണം അവർ ചോക്കേഴ്സ് എന്ന ദുഷ്പേര് പേറുന്നവരായിരുന്നു. ഓസ്ട്രേലിയ എപ്പോഴും മുൻഗണനാ പട്ടികയിൽ ഒന്നാമതായിരുന്നു. ഒരുപക്ഷെ ഇതായിരുന്നു അവരുടെ അഹങ്കാരം കൂടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മേൽക്കൂരയ്ക്ക് അതിന്റെ മേൽക്കൂര എന്ന അഹങ്കാരം ഉണ്ടായിരുന്നു. പിന്നെ മേൽക്കൂരയ്ക്ക് മുകളിൽ മറ്റൊരു മേൽക്കൂര വന്നു. പഴയ മേൽക്കൂര തറയായി. അതുപോലെ ഓസ്ട്രേലിയയും തോറ്റു. 27 വർഷങ്ങൾക്ക് ശേഷം സൗത്ത് ആഫ്രിക്ക ഒരു ICC ടൂർണമെന്റ് കിരീടം നേടി. 6 വിക്കറ്റിന് ഓസ്ട്രേലിയയെ തകർത്തു വിട്ടു. 15 വർഷത്തിന് ശേഷമാണ് ഓസ്ട്രേലിയ ഒരു ഫൈനലിൽ തോൽക്കുന്നത്. ഇന്നവർ ചിന്തിക്കുന്നുണ്ടാകും ഓസ്ട്രേലിയക്ക് എന്ത് പറ്റി. കാരണം അവർക്ക് ജയിച്ച ശീലമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഫൈനലിൽ തോറ്റിരുന്നേയില്ല. മിച്ച് മാർഷിനെയും ജോഷ് ഹാസൽവുഡിനെയും കുറിച്ച് വലിയൊരു ചർച്ച നടന്നിരുന്നു. അവർ ഫൈനലിൽ തോറ്റിട്ടില്ലെന്ന്. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, റെക്കോർഡുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. 1999 സൗത്ത് ആഫ്രിക്കയെ ഓസ്ട്രേലിയ തോൽപ്പിച്ചിരുന്നു. ആ റണ്ണൌട്ട് സംഭവം ഓർമ്മയില്ലേ? ഇപ്പോൾ പ്രതികാരവും സംഭവിച്ചു. 26 വർഷങ്ങൾക്ക് ശേഷം ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. നിലവിൽ ലോക ക്രിക്കറ്റിൽ ഒരു വലിയ കഥയാണ് നടക്കുന്നത്. ഏകദിന ലോകകപ്പ് ചാമ്പ്യൻ ഓസ്ട്രേലിയയാണ്. 2020 ലോകകപ്പ് ഇന്ത്യയാണ്. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്കാണ്. ഓസ്ട്രേലിയ നിരവധി കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. 1987, 1999, 2003, 2007, 2015, 2023 എന്നിങ്ങനെ കിരീടങ്ങൾ. ഏകദിന ലോകകപ്പുകൾ 2006, 2009 എന്നിങ്ങനെ. 2021 2020 ലോകകപ്പ്, 2023 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. എന്നാൽ 2023 ആ ബൂട്ടുകൾ ട്രോഫിക്ക് മുകളിൽ വെച്ചതിന് ശേഷം അവർ ഒന്നും നേടിയിട്ടില്ല. 2020 ഏകദിനത്തിലോ ടെസ്റ്റിലോ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. സൗത്ത് ആഫ്രിക്ക ജയിച്ചു. ഈ വിജയം ഒരു ആശ്വാസമാണ്. കാരണം ഞാൻ ആവർത്തിച്ച് പറയുന്നു, പാറ്റ് കമിൻസ്, മിച്ച് സ്റ്റാർക്ക്, ജോഷ് ഹാസൽവുഡ്, നഥാൻ ലയോൺ, ഈ 4 കളിക്കാർ ധാരാളം ടൂർണമെന്റുകൾ നേടി വലിയ അഹങ്കാരത്തിലായിരുന്നു. ഓസ്ട്രേലിയ 14 ICC ഫൈനലുകൾ കളിച്ചിട്ടുണ്ട്. അതിൽ തുടർച്ചയായി അവർ വിജയിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഓസ്ട്രേലിയയുടെ 4ാമത്തെ ഫൈനൽ തോൽവിയായിരുന്നു ഇത്. അവർ 4 തവണ ഫൈനലിൽ തോറ്റിട്ടുണ്ട്. ആദ്യമായി 1975 തോറ്റു. അന്ന് ക്ലൈവ് ലോയിഡ് സെഞ്ചുറി നേടി. അതിനുശേഷം 1996 തോറ്റു.
പിന്നീട് 2010 2020 ലോകകപ്പ് ഇംഗ്ലണ്ടിനോട് തോറ്റു. അതും ഒരു മികച്ച മത്സരമായിരുന്നു. ഇപ്പോഴത്തെ 14 വർഷങ്ങൾക്ക് ശേഷം അവർ സൗത്ത് ആഫ്രിക്കയോട് തന്നെ തോറ്റിരിക്കുന്നു. ജയിച്ചെന്നുറപ്പിച്ച മത്സരം അവർക്ക് നഷ്ടമായി. 282 റൺസ് വിജയലക്ഷ്യം വെച്ചപ്പോൾ 99% ആളുകളും വിശ്വസിച്ചത് ഈ മത്സരം ഓസ്ട്രേലിയ ജയിക്കുമെന്നാണ്. 3 മികച്ച പേസർ ബൗളർമാർ, അവർ ലോകോത്തര നിലവാരമുള്ളവരാണ്. കഥ മാറി മറിയുമെന്ന് തോന്നി. പക്ഷേ പിന്നീട് കളി മാറി, സമയം മാറി, വികാരങ്ങൾ മാറി, അവർ തോറ്റു. 2 ഏകദിന ലോകകപ്പും ഒരു 2020 ലോകകപ്പും മറ്റ് പല കിരീടങ്ങളും നേടിയതിനു ശേഷമാണ് ഓസ്ട്രേലിയ തോൽക്കുന്നത്. കമ്മിൻസ് നിരവധി വിജയങ്ങൾ നേടി. പക്ഷേ ആ സൈലൻസർ അഹങ്കാരമില്ലാതായി. കാരണം ഞങ്ങൾക്ക് നിശബ്ദരാകാൻ ഇഷ്ടമാണ്. കമ്മിൻസ് നിരവധി വിജയങ്ങൾ നേടി. പക്ഷേ ആ സൈലൻസർ കാരണം ഞങ്ങൾക്ക് നിശബ്ദരാക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആ മനോഭാവം അവസാനിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിൽ കഥ ഇതാണ് പറയുന്നത്. നിങ്ങൾക്ക് തിരിച്ചു വരാൻ അവസരം ലഭിക്കുമ്പോൾ അത് ഉപയോഗിക്കണം. അതാണ് ഇവിടെ സംഭവിച്ചതും. ഈ മത്സരത്തിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയക്ക് തന്നെയാണ് ഏറ്റവും സാധ്യതയെന്ന് എല്ലാവരും പറഞ്ഞേനെ. പക്ഷേ തമ്പ ബാവുമയുടെ കുട്ടികൾ മറ്റൊരു കഥ എഴുതി. എയ്ഡൻ മാർക്രമിന് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇത് വളരെ രസകരമായ ഒരു കഥയാണ്. സൗത്ത് ആഫ്രിക്കയുടെ വിജയ സാധ്യത 32%. അല്ലെങ്കിൽ ഈ മത്സരത്തിൽ യോഗ്യത നേടാനുള്ള സാധ്യത 32%. 4ാം ഇന്നിംഗ്സിൽ ഈ മത്സരം ജയിക്കാനുള്ള സാധ്യത 20% ആളുകൾ മാത്രമാണ് കണക്കാക്കിയിരുന്നത്. അവിടെ നിന്ന് അവർ ചോക്കേഴ്സ് എന്ന നിലയിൽ നിന്ന് ചാമ്പ്യന്മാരായി ഉയർന്നു. ഓസ്ട്രേലിയ ട്രോഫിക്ക് മുകളിൽ കാൽ വെച്ച് പിന്നീട് അപ്രത്യക്ഷരായി. 2022-23 കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയുടെ ആധിപത്യമായിരുന്നു. 2020 ലോകകപ്പ് നേടി, പിന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടി, പിന്നെ ഏകദിന ലോകകപ്പ് നേടി. പക്ഷെ ആ ട്രോഫിക്ക് മുകളിൽ കാൽ വെച്ച് അഹങ്കാരം കാണിച്ചതിന് ശേഷം അവർക്ക് തുടർച്ചയായ 3 ഫോർമാറ്റുകളിലും തോൽവിയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അഹങ്കാരം ആർക്കും ചേർന്നതല്ല. രാവിലെ ഉണ്ടെങ്കിൽ വൈകുന്നേരവും ഉണ്ടാകും, ഒരു രാത്രി ഉണ്ടെങ്കിൽ അതിന് പകലും ഉണ്ടാവും. ഓസ്ട്രേലിയയുടെ വിജയത്തിന്റെ ഹുങ്ക് പരാജയത്തിന്റെ നേതാവ് അവർക്കേകി ചോക്കേഴ്സ് കപ്പുയർത്തി. സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ഒരു നാഴികക്കല്ലാണ്. ചോക്കേഴ്സ് എന്ന വിളിപ്പേര് നീക്കം ചെയ്തതിലൂടെ ടീമിന് പുതിയൊരു ആത്മവിശ്വാസം ലഭിച്ചിരിക്കുകയാണ്. യുവതാരങ്ങൾക്ക് പ്രചോദനമാകാനും ഭാവിയിൽ വലിയ ടൂർണമെന്റുകളിൽ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഈ വിജയം സഹായിക്കും. ടീമിനുള്ളിലെ ഐക്യവും ക്യാപ്റ്റൻ തമ്പ ബാവുമയുടെ മികച്ച നേതൃത്വവും സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.